ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കാർത്തിക ദീപമൊക്കെ അടുത്തായില്ലേ, അപ്പോൾ നമുക്ക് ദീപം വെക്കണം. അതിനായിട്ട് നമ്മൾ പഴയ വിളക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് പുതിയ വിളക്ക് മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ ഏതായാലും പഴയ വിളക്കുകളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വൃത്തിയാക്കി എങ്ങനെ എടുക്കാനുള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പഴയ വിളക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. എന്നിട്ട് അതിന് 2 ഷാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിനിക് പ്ലസ് ഷാമ്പാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് മതിയാവും. പിന്നെ നമുക്ക് അടുപ്പത്ത് ചൂടുവെള്ളം ഒന്ന് പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഓരോ വിളക്കായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വിളക്കും ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഷാമ്പു നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ 2 പാക്കറ്റ് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ച ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് വിളക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഷാമ്പു ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ മാറ്റി വെക്കാവുന്നതാണ്. ആ എണ്ണ പിരിഞ്ഞ് വരും. അതിലുള്ള എണ്ണ മൊത്തം വരും കേട്ടോ. അല്ല വേസ്റ്റ് എണ്ണ എന്തുണ്ടെങ്കിലും ഇതുപോലെ പൊടി ഉണ്ടെങ്കിലും എല്ലാം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ച ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. എളുപ്പമാണ് കേട്ടോ അത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അറിയാത്തവരുണ്ടാവും, അവർക്കുള്ള വീഡിയോ ആണ്. എണ്ണയൊക്കെ നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഞാൻ അടുത്ത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചാൽ ഒരു പീസ്. ഇത് കണ്ടില്ലേ? അതിലെ എണ്ണമയം മൊത്തം പോയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട് വിളക്ക്. കണ്ടില്ലേ? നമുക്ക് നല്ല വെള്ളത്തിൽ കൂടെ കഴുകിയെടുക്കാം. ഇതേപോലെ എല്ലാ വിളക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചൂടൊക്കെ ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മളെല്ലാം എടുത്തിടണമെങ്കിൽ. അങ്ങനെ എടുത്തിട്ട ശേഷം ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ പുറത്ത് വെയിലത്ത് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കാറാകുമ്പോൾ തിരി എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് വയ്ക്കാം. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? എണ്ണമയൊക്കെ പോയി. നമുക്ക് വിളക്ക് ഓരോ രീതിയിലും കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഗൈസ്. അപ്പോൾ നല്ലോണം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. മെത്തേഡിലൊന്ന് കഴുകി ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ വീഡിയോ ആക്കിയത്. ഇനി ഓരോ വിളക്കായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് കൊണ്ടുപോയി നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ വെയിലില്ലെങ്കിൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഗൈസ് നമ്മൾ ഇതുപോലെ ഒരു കഴുകിയെടുത്ത ശേഷം ഒരു കോട്ടൺ തുണിയില്ലേ, അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒപ്പിയെടുക്കുക. അതിന് ശേഷം ഫാൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് ഉണക്കിയെടുത്താൽ മതി. വെയിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. ഇതുപോലെ ഞാൻ പ്ലേറ്റിൽ ഓരോ പീസ് ഞാനിങ്ങനെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വെച്ച ശേഷം നമ്മൾ ടെറസിൽ സ്റ്റാൻഡ് ഉണ്ട് ഗൈസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ അവിടെയാണ് ഞാൻ കൊണ്ടുപോയി ഇടാറ്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെയിലുണ്ടെങ്കിൽ. അപ്പോൾ 2-3 വർഷമായിട്ടോ ഈ കറുപ്പ് വിളക്കൊക്കെ മേടിച്ചിട്ട് ഇത് അതിലെ എണ്ണയൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെറസിൽ കൊണ്ടുപോയിട്ട് സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു.